നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്കോ ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗാവസ്ഥയുണ്ടോ? ഉണ്ടാവും. കാരണം ഇന്ത്യയിലെ ഫിസിഷ്യൻസിന്റെ അസോസിയേഷനായ ഗ്യാപ്പിയോ നടത്തിയൊരു പഠനപ്രകാരം ക്രോണിക് ഡിസീസ് ഉള്ള ആൾക്കാരിൽ 30% മുതൽ 40% വരെ ആൾക്കാർക്ക് ഇഡിയറ്റ് സിൻഡ്രോം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്താണ് ഇഡിയറ്റ് സിൻഡ്രോം? നിങ്ങൾക്കൊരു ശാരീരികാവസ്ഥ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചാറ്റ് ജി പി ടി, ഗൂഗിൾ തുടങ്ങിയ സോഴ്സുകളെ ആശ്രയിച്ച് സ്വന്തമായി രോഗം നിർണയിച്ച് ചികിത്സ നടത്തുന്ന പരിപാടിക്കാണ് ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇഡിയറ്റ് സിൻഡ്രോമിൻ്റെ ചില എക്സ്ട്രീം കേസുകളിൽ ഒന്ന് ഞാൻ പറയാം. എൻ്റെ പരിചയത്തിലുള്ളൊരു ആൾ, അയാൾക്ക് തലവേദന വന്നു, മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ അയാൾ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു. ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു എന്ന് അവസാനം അദ്ദേഹം കണ്ടെത്തിയ കൺക്ലൂഷൻ അദ്ദേഹത്തിന് ബ്രെയിൻ ക്യാൻസർ ആണെന്നാണ്. ആകെ ടെൻഷനായി. അവസാനം കൊച്ചി ആസ്റ്റർ മെഡ് സിറ്റിയിൽ പോയ സമയത്ത് അവിടുത്തെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് ബി പി ഷൂട്ട് ചെയ്തതും വേറെ ഒന്ന് രണ്ട് ലളിതമായി മരുന്ന് കഴിച്ച് പരിഹരിക്കാൻ പറ്റുന്ന ചില പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ ബ്രെയിൻ ക്യാൻസർ ഒന്നും അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം വിടുന്നില്ല. ചാറ്റ് ജി പി ടി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ നിർബന്ധിച്ച് തലയുടെ സ്കാൻ എടുപ്പിച്ചു. സ്കാൻ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇദ്ദേഹത്തിന് ക്യാൻസർ ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇഡിയറ്റ് സിൻഡ്രോം ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവും ഒരുപാട് പേര്. ഇനി ഇഡിയറ്റ് സിൻഡ്രോമിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ശരിയായ ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഉള്ള അസുഖം വഷളാക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത മരുന്ന് കഴിച്ചിട്ട് പുതിയ രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ഇതാണ് ഇഡിയറ്റ് സിൻഡ്രോമിൻ്റെ ഒരു പ്രശ്നം. ഇഡിയറ്റ് സിൻഡ്രോമിൻ്റെ വകഭേദങ്ങൾ നിയമം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, അതുപോലെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വേണ്ട പല മേഖലകളിലും ഈ ഇഡിയറ്റ് സിൻഡ്രോമിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. അതായത് ഒരു പ്രൊഫഷണലിൻ്റെ സേവനം തേടേണ്ടി വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണലിൻ്റെ സേവനം തന്നെ തേടുക, അല്ലാതെ ചാറ്റ് ജി പി ടിയെ ആശ്രയിക്കാതിരിക്കുക. താങ്ക് യു.